നമസ്കാരം, വെൽക്കം ടു KPSC 2.0. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. 3 വാക്കുകൾ പഠിച്ചാൽ നമുക്ക് ഉറപ്പായും ഒരു മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് താപപ്രേഷണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന ഭാഗമാണ്. നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് പോലെ ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി, ഒരു എനർജിയുടെ ഫോമാണ്. ഹീറ്റ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. മേലിൽ 3 രീതിയിലാണ് ഹീറ്റ് അല്ലെങ്കിൽ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. പല പരീക്ഷകൾക്കും 10th പ്രിലിംസിനും 10th മെയിൻസിനും ഡിഗ്രി പ്രിലിംസിനും പോലും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 3 വാക്കുകൾ ഉറപ്പായും നമുക്ക് ഒരു മാർക്ക് നേടിത്തരിക തന്നെ ചെയ്യും. ഏതൊക്കെ രീതിയിലാണ് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 3 രീതിയിലാണ് ഈ താപപ്രേഷണം സംഭവിക്കുന്നത്. വികിരണം, ചാലനം, സംവഹനം എന്നിവയാണ് ആ 3 രീതികൾ. ഇവയെ ഓരോന്നും വിശദമായി നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ചാലനം. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ കണ്ടക്ഷൻ എന്ന് പറയും. എന്താണ് ചാലനത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല എന്നതാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. നമ്മളൊരു സ്റ്റീലിന്റെ സ്പൂൺ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എനർജി അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്തും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങും. അവിടെ സംഭവിക്കുന്ന അതേ കാര്യമാണ് ചാലനം. നമ്മൾ ഒരു മെറ്റലിനെ ചൂടാക്കുന്ന സമയത്ത് ഒരറ്റത്ത് ഹീറ്റ് കൊടുക്കുകയും ഇപ്പുറത്തെ അറ്റത്തേക്ക് ആ ചൂട് വരികയും ചെയ്യുന്നു. അതായത് ഇവിടെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നില്ല, സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. ആ മോളിക്യൂൾസ് പക്ഷെ ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുമുണ്ട്. അതായത് ഇവിടെ ഈ 3 പേനകളെ നമുക്ക് 3 മോളിക്യൂൾസ് ആയിട്ട് എടുക്കാം. ഇവിടെ ഈ മോളിക്യൂൾസ് ഹരപദാർത്ഥങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യമാണ് എന്ത്, മോളിക്യൂൾസ് ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു മോളിക്യൂളിന് ഹീറ്റ് കിട്ടുന്നു, അത് രണ്ടാമത്തെ മോളിക്യൂളിലേക്ക് പോകുന്നു, പിന്നെ 3 ഇങ്ങനെ തുടർന്ന് പോകുന്നു. എന്നാൽ ഈ മോളിക്യൂൾസ് അത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു രീതിയിലും മാറുന്നില്ല. ഇതാണ് ചാലനം. ചാലനത്തിൽ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഇതെവിടെ സംഭവിക്കുന്നു? പ്രധാനമായും ഹരപദാർത്ഥങ്ങളിലാണ് ചാലനം സംഭവിക്കുന്നത്. പിന്നീടുള്ള പ്രധാന പോയിന്റ് ഇവിടെ മോളിക്യൂൾസിന്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ രീതി ഏതാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ രീതിയാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ചാലനത്തിൽ സംഭവിച്ചതിന്റെ നേരെ എതിരാണ് സംവഹനത്തിൽ സംഭവിക്കുന്നത്. അതായത് ചാലനം സംഭവിക്കുന്നത് ഹരപദാർത്ഥങ്ങളിലാണെങ്കിൽ സംവഹനം സംഭവിക്കുന്നത് പ്രധാനമായും ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ്. ചാലനത്തിൽ മോളിക്യൂൾസിന്റെ അതായത് തന്മാത്രകളുടെ സ്ഥാന വ്യതിയാനം സംഭവിക്കുന്നില്ലെങ്കിൽ ഇവിടെ മോളിക്യൂൾസിന്റെ സ്ഥാന വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായും സംവഹനവും ചാലനവും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ് നമുക്ക് വിശദമായി നോക്കാം. ഇതിനുള്ള ഉദാഹരണം നമ്മൾ ദിവസവും കാണുന്ന ഒന്നാണ് വെള്ളം തിളയ്ക്കുന്നത്. ഇവിടെ സംഭവിക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഏതാണ്? സംവഹനമാണ്. അതായത് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ കുമിളകൾ അടിഭാഗത്തുണ്ടാവുകയും അവ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ ചൂട് പിടിച്ച തന്മാത്രകൾ നേരിട്ട് മുകളിലേക്ക് പോവുകയും തണുത്ത തന്മാത്രകൾ താഴേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് സംവഹനത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് സംവഹനം സംഭവിക്കുന്നത് എവിടെയാണ്? ഏത് തരം പദാർത്ഥങ്ങളിലാണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമായും ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ്. പിന്നീട് ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഇവിടെ എന്ത് സംഭവിക്കുന്നു? തന്മാത്രകളുടെ സ്ഥാന വ്യതിയാനം സംഭവിക്കുന്നുണ്ട്, അതായത് മൂവ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്. ഇനി അടുത്ത രീതി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് വികിരണം. വികിരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. അതായത് നമ്മുടെ താപം സഞ്ചരിക്കാൻ വേണ്ടി അവിടെ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. അതായത് ഇതിന് എക്സാമ്പിൾ നമ്മൾ എന്നും കാണുന്ന ഒരു കാര്യമാണ് എന്ത്, സൂര്യനിൽ നിന്ന് ചൂട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. എത്രയോ കിലോമീറ്ററുകൾ പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ചാണ് ആ ഒരു ചൂട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. ഈ വരുന്ന വഴിയിൽ അതിന് എന്തില്ല, മാധ്യമത്തിന്റെ ആവശ്യമില്ല.
ഈ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ ചൂട് സഞ്ചരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വികിരണം അഥവാ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപം എത്തുന്നതാണ് ഇതിനുള്ള എക്സാമ്പിൾ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ രീതിയിലായിരിക്കും ഇവിടെ താപം സഞ്ചരിക്കുന്നത്. ഇതാണ് പ്രധാനമായും ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. വെറും 3 വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ചാലനം, സംവഹനം, റേഡിയേഷൻ. ചാലനം നടക്കുന്നത് ഹരപദാർത്ഥങ്ങളിലാണ്. സംവഹനം നടക്കുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ്. ചാലനം സംഭവിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? മോളിക്യൂൾസിന്റെ സ്ഥാനവ്യതിയാനം സംഭവിക്കുന്നില്ല. സംവഹനത്തിൽ മോളിക്യൂൾസിന്റെ സ്ഥാനവ്യതിയാനം സംഭവിക്കുന്നു. എന്നാൽ റേഡിയേഷനിൽ നമുക്ക് ഈ താപം സഞ്ചരിക്കാൻ വേണ്ടി ഒരു രീതിയിലുള്ള മാധ്യമത്തിന്റെ ആവശ്യവും ഇല്ല. ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായും ഒരു മാർക്ക് നമുക്ക് ഈ 3 വാക്കുകളിൽ കൂടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ഭാഗം മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.